നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതിലും കണക്ക് കൂട്ടിയതിലും അതിന് മുകളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 260-ലധികം പേർ മരിച്ചു എന്നുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. വാർത്താ ഏജൻസികൾ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് 290-ലേറെ പേർ മരിച്ചു എന്ന് പറയുമ്പോൾ വിമാന അപകടത്തോടൊപ്പം തന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരോടൊപ്പം തന്നെ ഈ അപകടത്തിൻ്റെ ഇരയാവേണ്ടി വന്നവരിൽ ഈ ഹോസ്റ്റലുകളിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഇവിടെ ഭക്ഷണം കഴിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഈ ഹോസ്റ്റലുകളിൽ കുടുംബസമേതം താമസിച്ച ഡോക്ടർമാരുടെ കുടുംബം അവരുമൊക്കെ തന്നെ ഇതിൽ ഇരയാവേണ്ടി വന്നു എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ ഈ സമയം, പ്രത്യേകിച്ച് ഉച്ച സമയമായതുകൊണ്ട് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ വേണ്ടി കാരണം. വിമാനം പൂർണ്ണമായി തന്നെ കത്തി അമർന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ഒരു വിമാനത്തിൻ്റെ എഞ്ചിൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റി, ചില ഭാഗങ്ങൾ മാത്രം അങ്ങിങ്ങായി ഉണ്ട്. ബാക്കി ഈ മേഖലയിലാകെ തന്നെ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ് നാശമായ തരത്തിലാണ് വിമാനമുള്ളത്. അതിനുള്ളിലെ ബാഗുകളും മറ്റുമൊക്കെ കുറച്ചൊക്കെ കത്തിത്തീരാൻ ബാക്കിയുള്ള കുറച്ചൊക്കെ നമുക്ക് അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നത് കാണാം. ഒരു ദുരന്ത ഭൂമിയാണ്, ഒരു മഹാദുരന്ത ഭൂമിയാണ് അക്ഷരാർത്ഥത്തിൽ ഈ മേഘൻ നഗറിലെ ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസ്. ഇതൊരു ക്യാമ്പസാണ്. ഇവിടെ ഒരു വലിയ മതിൽക്കെട്ടിനകത്ത് 5-6 കെട്ടിടങ്ങളാണ് ഈ തരത്തിലുള്ളത്. നേരിട്ട് വിമാനങ്ങൾ പതിക്കാത്ത കെട്ടിടങ്ങളിൽ പോലും വലിയ നാശനഷ്ടം ഉണ്ടായി എന്നത് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകാം. അപ്പോൾ ഈ സ്ഫോടനത്തിൻ്റെ ഒരു എത്രത്തോളം വലിയ ഉഗ്ര സ്ഫോടനമാണ് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദൃശ്യങ്ങൾ തന്നെ അത് പറയുന്നുണ്ട്, എത്രത്തോളം വലിയ ദുരന്തം ഇവിടെ നടന്നു എന്നുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ ഈ മേഖലയാകെ പോലീസ് വലയത്തിലാണ്. ഈ മേഖലയിൽ നിന്ന് കുറച്ച് അകലെ മാറിയാണ് എല്ലാവരെയും ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത്. നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്നുണ്ട്. അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിലേക്ക് തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആശുപത്രിയിലും അദ്ദേഹം പോകും, അവിടെ ചികിത്സയിലുള്ള ആളുകളെ നേരിട്ട് കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെയും ഒരു ഹൈ ലെവൽ മീറ്റിംഗ് അഹമ്മദാബാദിൽ വെച്ച് ചേരും എന്ന കാര്യം ഉറപ്പാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏതായാലും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ളവരെ നേരിട്ട് കണ്ടു. മറ്റു നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കാനുള്ള കൂടിയാലോചനകൾ അദ്ദേഹം നടത്തി. ശേഷം ഒരു ഉന്നതതല യോഗവും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്നതാണ്. 2 തരം അന്വേഷണം ഏതായാലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്നൊരു അന്വേഷണം, അതിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കൂടി പങ്കാളിയാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബോയിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണവും ഉണ്ടാകും. മാത്രമല്ല ഇനി ഭാവിയിൽ ഒരു അപകടം ഈ തരത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ കൂടി ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ച് മുന്നോട്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ നടപടിക്രമങ്ങൾ പുതുതായി എടുക്കണം എന്ന കാര്യത്തിൽ ഒരു നിർദ്ദേശം തയ്യാറാക്കി അതൊരു പ്രോട്ടോക്കോളായി വിമാന കമ്പനികൾക്ക് നൽകാനുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. മുൻപ് ഉണ്ടായ അപകടങ്ങളിൽ നിന്ന് പാഠം പഠിച്ചതുകൊണ്ടാണ് പിന്നീട് വിമാന അപകടങ്ങൾ കുറഞ്ഞത്. 96 അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. അന്ന് വിമാനങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ ATCയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായി അത് നടപ്പാവാത്തതായിരുന്നു. അന്ന് വിമാനങ്ങൾ നേർക്കുനേർ വരാനുള്ള സാഹചര്യം, പിന്നീട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ആ അപകടത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചത് കൊണ്ടാണ്, പിഴവുകൾ തിരുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനൊരു അപകടം വീണ്ടും ഉണ്ടാകുമ്പോൾ, മറ്റൊരു അപകടം ഉണ്ടാകുമ്പോൾ അതിനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. എവിടെ പാളിച്ച പറ്റിയെങ്കിൽ അത് പൂർണ്ണമായി തന്നെ മാറ്റേണ്ടതുണ്ട്. കാരണം വിമാന അപകടങ്ങളിൽ ആളുകൾ രക്ഷപ്പെടുക അപൂർവമാണ്. സാധാരണ വലിയ വിമാന അപകടങ്ങളിൽ ആരും തന്നെ രക്ഷപ്പെടാറില്ല. 88-ൽ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന വിമാനം അപകടത്തിൽപ്പെട്ടപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. 135 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു, 133 പേരും മരിച്ച സംഭവമാണ് അന്നുണ്ടായത്. അതുകൊണ്ട് വിമാന അപകടങ്ങൾ അത്രയേറെ ഗൗരവമുള്ളതാണ്. മാത്രമല്ല വിമാനം തകർന്നു വീണാൽ ഉണ്ടാവാവുന്ന പ്രത്യാഘാതങ്ങൾ കൂടിയാണ് ഈ അപകടം നമ്മെ സൂചിപ്പിക്കുന്നത്. ആ വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന ആളുകളോടൊപ്പം തന്നെ ഈ വിമാനം തകർന്നു വീണ ഇടത്തെ മനുഷ്യർ കൂടി ഇതിന് ഇരയാകപ്പെട്ടു, അവർ കൂടി മരിച്ചു എന്നുള്ളത്. 75 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ചികിത്സയ്ക്ക് എത്തിയ ആളുകളിൽ ഭൂരിഭാഗത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് തുടക്കത്തിൽ തന്നെ ഈ പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞതാണ്. അത് തന്നെ സംഭവിക്കുന്നു എന്നതാണ് മരണസംഖ്യ ഉയരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിമാന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, മാനുഫാക്ചർ എന്നുള്ള നിലയ്ക്ക് ബോയിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധിയാണ്. അവരേതായാലും ഇതിലൊരു അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. തുടർച്ചയായി വിമാനങ്ങൾ അപകടപ്പെടുമ്പോൾ അത് വിമാന കമ്പനിയുടെ മാർക്കറ്റിനുണ്ടാവുന്ന ഇടിവ് അവർ മറ്റ് വിമാന കമ്പനികൾക്ക്, എയർലൈൻ കമ്പനികൾക്ക് അവരോടുള്ള താല്പര്യം കുറയാൻ അത് ഇടയുണ്ടാക്കും. ആ തരത്തിൽ നിലവിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതാക്കും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ. അതുകൊണ്ടാണ് ബോയിങ് കൂടി അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. ഏതാണ്ട് ഒരു പുതിയ ഒരു വിമാനം എയർ ഇന്ത്യക്ക് നൽകിയതല്ല, വളരെ വർഷങ്ങളായി ബോയിങ്ങിൻ്റെ ഈ വിമാനം സർവീസ് നടത്തുന്നുണ്ട് എയർ ഇന്ത്യക്കായി. ഇങ്ങനെ ഒരു അപകടം പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്.
നിലവിൽ പ്രാഥമികമായി ചില സാധ്യതകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ ലാൻഡിംഗ് ഗിയറിൽ വന്ന തകരാറായിരിക്കാം, മറ്റെന്തെങ്കിലും ടെക്നിക്കൽ ഫെയിലിയർ ആയിരിക്കാം എന്നതൊക്കെ സാധ്യതകളാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവുകൾ നമ്മൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ബ്ലാക്ക് ബോക്സിൽ നിന്ന് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. കോക്പിറ്റിൽ അവസാന നിമിഷം നടന്ന സംഭാഷണങ്ങളടക്കം ക്യാപ്റ്റനും സഹ ക്യാപ്റ്റനും കൂടി നടത്തിയ സംഭാഷണം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ആ ബ്ലാക്ക് ബോക്സിൽ സൗണ്ട് റെക്കോർഡായി പതിഞ്ഞിട്ടുണ്ടാവും. വിമാനത്തിൻ്റെ വേഗം, ഉയരം, മറ്റ് സാഹചര്യങ്ങൾ, താപനില അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്ത് അതിലെ ശാസ്ത്രീയമായ പരിശോധനയാണ് ഏറ്റവും നിർണായകം. അതിൽ നിന്നാണ് കൃത്യമായ ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്യുക. വരും ദിവസങ്ങളിൽ അത് നടക്കും. ഒപ്പം തന്നെ മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മുമ്പ് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന മൃതദേഹങ്ങളുടെ DNA പരിശോധന അത് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച PG ഡോക്ടർമാർ, മലയാളികളായ PG ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എത്തിയ ബന്ധുക്കളുടെയൊക്കെ തന്നെ DNA സാമ്പിൾ ഇതിനോടകം ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മാച്ചിങ് നടത്തേണ്ടതുണ്ട്. അത് വേഗത്തിൽ കഴിയും എന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി വേണം ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടത്. ബന്ധുക്കൾക്ക് അഹമ്മദാബാദിൽ എത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏതായാലും പലതരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊന്ന് വിമാന കമ്പനി, ഈ എയർലൈൻ കമ്പനി തന്നെ, എയർ ഇന്ത്യ തന്നെ ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്കൊപ്പം തന്നെ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്കൊക്കെ പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ റെയിൽവേ പ്രത്യേക ട്രെയിനും യാത്രയ്ക്കായി സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധുക്കൾക്ക് അഹമ്മദാബാദിലേക്ക് എത്താൻ നിലവിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള കരുതൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നായാലും ഉണ്ട്. മാത്രമല്ല, അപകടത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്ക്, അവരുടെ കുടുംബത്തിന് 1 കോടി രൂപ സഹായധനം, 1 കോടി വീതം സഹായധനം ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ മഹാദുരന്തത്തിൻ്റെ മുഖത്താണ് എങ്ങനെ അപകടം പറ്റി എന്നുള്ളതറിയണം. ദുരന്തത്തിൽ മരണപ്പെട്ട മനുഷ്യരുടെ, അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാകണം, അവർക്ക് കരുതലായി മാറണം. അങ്ങനെ പല രീതികളിലൂടെയാണ്, പല സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഒരു വലിയ ദുരന്തം ലോകത്തിൻ്റെ തന്നെ ഒരു ദുരന്തമായി അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-ലേറെ ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെട്ട ഒരു ദുരന്തമാണ്. ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമാണ്. പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ രക്ഷപ്പെട്ട മനുഷ്യൻ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 30 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം തകർന്ന് വീഴുകയാണ്. ആ ദുരന്തത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാർ, ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ സഹോദരങ്ങൾ, ഇവരോടൊക്കെ ഉള്ള ഒരു ആദരവ്, ആ ദുഃഖത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൂടി പങ്കാളിയാവുന്നു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു പ്രതികരണം കൂടി അറിയിച്ചതാണ്. സാധ്യമായതെല്ലാം ചെയ്യാൻ തയ്യാർ എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിരുന്നത്. നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നത് അമേരിക്ക അറിയിച്ചിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്.